വാം വെൽക്കം എവരി വൺ. നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. ഇതിന് മുമ്പിലുള്ള ട്യൂട്ടോറിയൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫീൽഡ് ഉണ്ടായത് റെസ്റ്റിലിരിക്കുന്ന ചാർജസ് കൊണ്ടാണ്, റൈറ്റ്? സോ ചാർജസ് അറ്റ് റെസ്റ്റാണ് ബേസിക്കലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫീൽഡ് ഉണ്ടാക്കിയത്. അതുപോലെ ഞാനൊരു പെർമനൻറ്റ് മാഗ്നറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് കാണും. ബട്ട് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്, റൈറ്റ്? ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ ഇങ്ങനൊരു റിലേഷൻ ഇമ്പോസിബിൾ ആണ് ഡ്യൂ ടു പെർമനൻറ്റ് മാഗ്നറ്റ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നത്. അത് പെർമനൻറ്റ് മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കൺവേർഷൻ നമുക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ കേസുകളല്ല ഇതിൽ ചെക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യവും ആദ്യം ഓർത്തിരിക്കുക. സോ ഇതിൽ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ വരുത്തിയ സയൻറ്റിസ്റ്റാണ് ഓഴ്സ്റ്റഡ്. 1820 അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ചാർജസ് ഇൻ മോഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡ്, ചാർജസ് ഇൻ മോഷനാണ് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനെ എപ്പോഴും സറൗണ്ട് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് കാണും, റൈറ്റ്? സോ അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എപ്പോഴും അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണും. സോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനോടൊപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കാണും. അതിനോടൊപ്പം നോട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഉണ്ടായിരിക്കുന്ന കറണ്ട് ഒരു സ്റ്റഡി കറണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ടൈമിനൊത്ത് വേരി ചെയ്യിക്കാത്ത കറണ്ട് ആണെങ്കിൽ അതിന് ചുറ്റും സറൗണ്ട് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് ടൈമിനൊത്ത് വേരി ചെയ്യാത്ത മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാകുന്നത്, റൈറ്റ്? അപ്പം ടൈമിനൊത്ത് വേരി ചെയ്യിക്കാത്ത കറണ്ട് കാരണം അല്ലെങ്കിൽ ടൈമിനൊത്ത് വേരി ചെയ്യിക്കാത്ത ഇലക്ട്രിക് ഫീൽഡ് കാരണം ടൈമിനൊത്ത് വേരി ചെയ്യിക്കാത്ത മാഗ്നറ്റിക് ഫീൽഡുമാണ് ക്രിയേറ്റഡ് ആകുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു DC കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ വിടുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡാണ്, റൈറ്റ്? ഇങ്ങനെ വരുന്ന ഇതിൻ്റെ സ്റ്റഡീനെയാണ് ബേസിക്കലി നമ്മൾ ഈ ടോപ്പിക്സിൽ ചെക്ക് ചെയ്യുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡിൻ്റെതാണ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് എടുത്തു. അതിന് 2 പോൾസ് ഉണ്ടെന്നറിയാം, നോർത്ത് പോൾ, സൗത്ത് പോൾ, റൈറ്റ്? ഈ മാഗ്നറ്റിന് ചുറ്റുമായിട്ടുണ്ടായിരിക്കുന്ന ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്കറിയാം. അത് എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ ടെർമിനേറ്റ് ചെയ്യും, റൈറ്റ്? നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി അത് സൗത്ത് പോളിലേക്ക് ടെർമിനേറ്റ് ചെയ്യും. സോ ഇതേ കണക്ക് ധാരാളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണും. ഇതിൻ്റെ ഡയറക്ഷൻ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഈ ഫോമിൽ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് പോകുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കോമ്പസ് എന്നുള്ള കാര്യം അറിയാം. സോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ കേസും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ്, റൈറ്റ്? ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി അത് ടെർമിനേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. സിമിലർലി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിലോ അത് എല്ലാം കൺവേർജ് ചെയ്യുന്നത് ഈ പറയുന്ന നെഗറ്റീവ് ചാർജിലും ആയിരിക്കും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എടുക്കുമ്പോൾ എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിലേക്ക് തന്നെ പോകും, റൈറ്റ്? ബട്ട് ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അത് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി കറസ്പോണ്ടിങ്ങിലി ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന കണക്കാണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് ഇതിലങ്ങനെയല്ല, നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഇതാണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എക്സിസ്റ്റ് ഇൻ ഫോം ഓഫ് ക്ലോസ്ഡ് ലൂപ്സ്, റൈറ്റ്? നെക്സ്റ്റ് നമുക്ക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്വേർഡായിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പം അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ക്ലോസ്ഡ് ലൂപ്പിലാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിൽ ഈ വേയിൽ ഉണ്ടാവും, റൈറ്റ്?
ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഫോമിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഇനി അത് പഠിക്കാൻ എളുപ്പമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാണിച്ചിരിക്കുന്ന തമ്പ് റൂളാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ്, അപ്പോൾ ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ തമ്പ് കാണിക്കുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ്. റൈറ്റ്, തമ്പ് കാണിച്ചിരിക്കുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ്. ആ സമയത്ത് ബാലൻസ് വരുന്ന ഫിംഗേഴ്സ് ഈ ഫോമിൽ വയ്ക്കുമ്പം തരുന്നത് മാഗ്നറ്റിക് ഫീൽഡും ആയിരിക്കും, ബി. റൈറ്റ്, സോ ഇത് തന്നെ നമുക്ക് പ്രാക്ടിക്കലി ഡോട്ടും സിമിലർലി ക്രോസും യൂസ് ചെയ്ത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഡോട്ട് കറസ്പോണ്ട് ചെയ്യുന്നത് ഈ നിങ്ങളെ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. ക്രോസ് ആണെങ്കിൽ സ്ക്രീനിൻ്റെ അകത്തോട്ട് പോകുന്ന രീതിയിലാണ്. അതായത് ഡോട്ടും ക്രോസും യൂസ് ചെയ്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡോട്ട് ഇവിടെ എൻ്റർ ചെയ്തു, അത് സ്ക്രീനിൽ നിന്ന് പുറത്തോട്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മീനിങ്. ഇതിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഫോമിലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഇതേ കണക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരികയും അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കണക്ക് ഈ രീതിയിലായിരിക്കും. ഈ ഫിഗറിൽ പേപ്പറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ്, മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ ഡയറക്ഷനിലായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന അതേ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്, ഇനി നേരെ തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കേസിൽ സ്ക്രീനിന് അകത്തോട്ടാണ്, നിങ്ങൾ ഈ സ്ക്രീനിന് അകത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നതെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എഗെയിൻ സർക്കുലർ ഷേപ്പിലായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഡയറക്ഷനിലായിരിക്കും. റൈറ്റ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ കേസിലുണ്ടാവുന്നത്. ഇവിടെയാണെങ്കിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും. എനിവേ ഇത് ഏതാണെങ്കിലും നമുക്ക് ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയും. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡാണ് ബേസിക്കലി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ അത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് നോർത്ത് പോളിന് ഫേസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ യൂണിറ്റ് നോർത്ത് പോളിന് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ വെബറാണ്. അതിന് റീസൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, വെബറാണ്. റൈറ്റ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആകുമ്പോൾ ന്യൂട്ടൺ പെർ വെബറായി. വെബർ, WEBER. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെയാണ് നമ്മൾ കോമൺലി റിലേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് എച്ച്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്ക് ഇക്വലൻ്റ് ആണ്. റൈറ്റ്, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ അത് കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അവിടെ റിലേറ്റ് ചെയ്യുന്ന ലെറ്റർ ബി ആണ്. റൈറ്റ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ് ചെക്ക് ചെയ്യാം. അതെന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ്. റൈറ്റ്, ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ് ബേസിക്കലി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. അത് ബേസിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രോസിങ് എ യൂണിറ്റ് ഏരിയ ഇൻ എ പ്ലെയിൻ ആൻഡ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ക്രോസിങ് എ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ക്രോസ് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ്. അത് എടുത്തിരിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ആ പോകുന്ന ഫ്ലക്സിന് റൈറ്റ് ആംഗിളായിട്ട് വരുന്ന ഡയറക്ഷനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ ക്രോസ് ചെയ്ത് വരുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന് മെഷർ ചെയ്യാൻ എടുത്തിരിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫ്ലക്സിന് ജസ്റ്റ് 90 ഡിഗ്രി ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ ആണെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് തന്നെയാണ് നമ്മൾ ടെസ്ല ആയിട്ട് ഡിനോട്ട് ചെയ്യും, ടി, ടെസ്ല. നെക്സ്റ്റ് ബിയും എച്ചും, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിയും റിലേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ഡി ഈക്വൽ ടു ε0 ആയിട്ടാണ്. ഇവിടെ അതിന് ഇക്വലൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഡി കറസ്പോണ്ട് ചെയ്ത് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാകുമ്പോൾ ബി ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ ബി ഈക്വൽ ടു μH ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, എഗെയിൻ ഓർത്തിരിക്കുക, ബിയും എച്ചും എല്ലാം തന്നെ വെക്ടേഴ്സാണ്, ഡിയും ഇയും പോലെ. റൈറ്റ്, സിമിലർലി മ്യൂ എന്ന് പറയുന്നത്
പെർമിയബിലിറ്റിയാണ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റിയാണ്. റൈറ്റ്. അത് എഗെയിൻ മ്യൂവിനെ നമുക്ക് മ്യൂ ആർ ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇത് ആ പർട്ടിക്കുലർ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റിയാണ്. ഇത് ഫ്രീ സ്പേസിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയാണ്. അതിനോടൊപ്പം മ്യൂ നോട്ട് ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ്. റൈറ്റ്. സിമിലർലി നോൺ മാഗ്നറ്റിക് മീഡിയാസിന് എപ്പോഴും പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. റൈറ്റ്. മ്യൂ ആർ = 1 ആയിരിക്കും. ബട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിനാണെങ്കിൽ എപ്പോഴും മ്യൂ ആർ എന്ന് പറയുന്നത് >1 ആയിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലോയിലേക്ക് പോകാം, ബയോട്ട്-സവാർട്ട് ലോ. റൈറ്റ്. ഈ ബയോട്ട്-സവാർട്ട് ലോ തരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബയോട്ട്-സവാർട്ട് ലോ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലോയാണ് ബയോട്ട്-സവാർട്ട് ലോ. റൈറ്റ്. അഗെയിൻ ഇത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുമ്പം ആക്ച്വലി ഇവിടെ കിട്ടുന്നത് ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. റൈറ്റ്. അപ്പോൾ ബയോട്ട്-സവാർട്ട് ലോ വെച്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അത് എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡിഫറൻഷ്യൽ കറണ്ട് എലമെൻ്റ് ആണ്. റൈറ്റ്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ കറണ്ട് എലമെൻ്റ് കാരണം ഉണ്ടാകുന്ന ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബയോട്ട്-സവാർട്ട് ലോ. റൈറ്റ്. ആ ഡിഫറൻഷ്യൽ കറണ്ട് എലമെൻറ്റ് IDL ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം അതുവഴി കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്തിരിക്കുന്ന ലോയാണ് ബയോട്ട്-സവാർട്ട് ലോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്കറിയാം H ആണെന്നറിയാം. ഡിഫറൻഷ്യൽ ആകുമ്പോൾ DH ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നും അറിയാം. സോ ഈ ബയോട്ട്-സവാർട്ട് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഈ ഫോമിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈ പോയിന്റ് Pയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തരുന്ന ലോയാണ് ബയോട്ട്-സവാർട്ട് ലോ എന്ന് പറഞ്ഞു. സിമിലർലി ഇത് ഈ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ലെന്ത് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റും റൈറ്റ്, ഈ ഡിഫറൻഷ്യൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും സിമിലർലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ഇനി ഡിഫറൻഷ്യൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പോയിന്റ് P ആയിട്ട് കണക്ട് ചെയ്യുന്ന ലൈനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബയോട്ട്-സവാർട്ട് ലോ എഴുതാൻ പറ്റുന്നതാണ് DH. റൈറ്റ്. DH പ്രൊപ്പോർഷണൽ ടു IDL sin θ/r² എന്നാണ് ബയോട്ട്-സവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്ത് പോകുന്നത്. റൈറ്റ്. I എന്ന് പറയുന്ന കറണ്ടാണ്, DL എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ലെന്താണ്, അതും കൂടെ ഞാൻ മാർക്ക് ചെയ്യാം. DL ഡിഫറൻഷ്യൽ ലെന്താണ്. സോ IDL sin θ/r². സോ ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി കോൺസ്റ്റൻറ്റ് ഇടുമ്പോൾ KIDL sin θ/r² ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. വെയർ K എന്ന് പറയുന്നത് 1/4π ആണ്. സോ അതിൽ നിന്നും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും DH = 1/4π r² IDL sin θ. റൈറ്റ്. അല്ലെങ്കിൽ IDL sin θ/4π r². ഇനി ഇത് വെക്റ്റർ ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ DLനെ, അതായത് നിലവിലുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടറിനെ അതിൻ്റെ ഡയറക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വെക്റ്റർ ഫോമിൽ DL ആയിട്ട് ഡിനോട്ട് ചെയ്തു. സിമിലർലി AR എന്ന് പറയുന്നത്, റൈറ്റ്, AR എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം ഡിഫറൻഷ്യൽ കറണ്ട് എലമെൻറ്റ്. ഈ കറണ്ട് എലമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ നിന്ന് വരുന്ന യൂണിറ്റ് വെക്ടറാണ് AR ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് DL ക്രോസ് AR, കാരണം ഇവിടെ സൈൻ തീറ്റയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്രോസ് പ്രോഡക്റ്റ് എടുത്തത്. DL ക്രോസ് AR എന്ന് പറയുന്നത് DL AR സൈൻ തീറ്റയാണ്. റൈറ്റ്. ബട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ARൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് DL 1 ആയിരിക്കും. റൈറ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് AR എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ DL സൈൻ തീറ്റ എന്ന് വരും.
മാഗ്നിറ്റ്യൂഡ് 1 ആയതിൻ്റെ റീസൺ വേറൊന്നുമല്ല, യൂണിറ്റ് വെക്ടറാണ്. ഈ ഡിഫറൻഷ്യൽ കറണ്ട് എലമെൻറ്റിൽ നിന്നുള്ള യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ DL sin θ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ വെക്ടർ ഫോമിൽ I പിന്നെ DL ക്രോസ് AR DL ക്രോസ് AR ബൈ 4πr² ആയിട്ട് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. ബട്ട് എഗെയിൻ നമുക്കറിയാം വെക്ടർ AR എന്ന് പറയുന്നത്, അതായത് യൂണിറ്റ് വെക്ടർ AR എന്ന് പറയുന്നത് വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് R ആണ്. സോ വെക്ടർ R ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡാണ്. സോ ഇത് നമുക്കിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് IDL ഇൻറ്റു R, ഈ ഡിനോമിനേറ്ററിൽ ഒരു ആറും കൂടെ വരും. സോ 4πr³ എന്ന് വരും. സോ ഇത് ബേസിക്കലി വെക്ടർ ഫോം ഓഫ് ബയോട്ട് സവാർട്ട് ലോ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു, എച്ചിൻ്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, പ്രാക്ടിക്കലി ഒരു കണ്ടക്ടർ എടുക്കുമ്പം ഇതേ കണക്ക് ധാരാളം ഡിഫറൻഷ്യൽ ലെൻസ് കാണും. സോ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡിഫറൻഷ്യൽ എച്ചിനെ അല്ലെങ്കിൽ DHനെ H ഈക്വൽ ടു ഒരു ഫുൾ കണ്ടക്ടർ എടുക്കുമ്പോഴത്തേക്ക് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ IDL ഇൻറ്റു, ഇവിടെ കണ്ടത് IDL ഇൻറ്റു AR ബൈ 4πr² ആയിട്ട് ഡിനോട്ട് ചെയ്യാം. റൈറ്റ്. ഇൻ്റഗ്രേഷൻ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ള ചേഞ്ച് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡെറിവേഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഞാനൊരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈ കാണിച്ചിരിക്കുന്ന കളറിൽ, പിങ്ക് കളറിൽ ഞാൻ എടുത്തിരിക്കുകയാണ്. അത് ലൈ ചെയ്യുന്നത് Z ആക്സിസിലായിട്ടാണ്. സിമിലർലി അത് XYZ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കാണാം. O എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ലെന്ത് എടുക്കുകയാണ്. ഈ പോയിന്റിൽ ഇതിനെ ഞാൻ 0.1 ആയിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഒരു ഡിഫറൻഷ്യൽ ലെന്ത് എടുക്കുകയാണ്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, സപ്പോസ് ഈ ഒരു പോയിന്റ് Pയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഈ ഒരു പോയിന്റ്. അപ്പം ഞാൻ ഈ ഡിഫറൻഷ്യൽ ലെന്തിൻ്റെ മിഡിലിൽ നിന്ന് ഞാൻ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഡിസ്റ്റൻസ് വെക്ടർ പ്ലോട്ട് ചെയ്യുകയാണ്. ഈ പോയിന്റിനെ ഞാൻ 0.2 ആയിട്ടും കൂടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഈ ഡിഫറൻഷ്യൽ ലെന്തിലൂടെ പോകുന്ന കറണ്ട് I ആണ്, അല്ലെങ്കിൽ I ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ IDL, റൈറ്റ്, ആ കറണ്ട് ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുകയാണ്. IDL ഈക്വൽ ടു I ഇൻറ്റു, ഇത് ലൈ ചെയ്യുന്നത് Z ആക്സിസിലാണ്. സോ IDZ, അതിനോടൊപ്പം അതിൻ്റെ വെക്ടർ കമ്പോണൻറ്റ് AZ. റൈറ്റ്. സിമിലർലി ഞാൻ ഈ രണ്ട് ഡിസ്റ്റൻസും കൂടെ ഇവിടെ മാർക്ക് ചെയ്യാം. RAR, ഈ ഡിസ്റ്റൻസ് ഞാൻ RAR ആയിട്ട് നോട്ട് ചെയ്യാണ്. വേറെ AR എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാണ്. സിമിലർലി ഈ ഡിസ്റ്റൻസ് Z തന്നെയായിരിക്കും, 0യിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ Z ആയിട്ട് മാർക്ക് ചെയ്യണം. ZAZ ആയിരിക്കും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. R12, ദാറ്റ് ഈസ് R12, റൈറ്റ്, വെക്ടർ R12 ഈക്വൽ ടു, ഇതാണ് വെക്ടർ R12 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഇത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തിരുന്നെങ്കിൽ, അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിരുന്നെങ്കിൽ ZAZ ആയിരുന്നു. നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് -ZAZ, റൈറ്റ്. അപ്പോൾ -ZAZ പ്ലസ് RAR, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്. AR12 ഈക്വൽ ടു R12, വെക്ടർ R12 ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു RAR മൈനസ് ZAZ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R² പ്ലസ് Z². റൈറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബയോട്ട് സവാർട്ട് ലോ ആണ്. സോ ദാറ്റ് ഈസ് DH ഈക്വൽ ടു IDL ഇൻറ്റു AR12, റൈറ്റ്, AR12 അതായിരുന്നു ഡിസ്റ്റൻസ്, ബൈ 4πr12² ആയിരുന്നു. റൈറ്റ്. സോ അപ്പോൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി DL ക്രോസ് AR12 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ AR12 മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി ഇവിടെ DL നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ DL ക്രോസ്, അതായത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് AR12 ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഫോമിലാണ് എടുക്കുന്നത്. AR A5 AZ, റൈറ്റ്.
ഫസ്റ്റ് നമ്മൾ ഈ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി ഡി എല്ലിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് നോക്കുക, അതായത് R5Z കമ്പോണൻസ് നോക്കുക. ഇവിടെ Z കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, R കമ്പോണൻറ്റും ഇല്ല, ഫൈ കമ്പോണൻറ്റും ഇല്ല. Z കമ്പോണൻറ്റ് എന്ന് പറയുന്നത് DZ ആണ് താൻ. സോ DZ റൈറ്റ്. ഞാനിവിടെ DL ക്രോസ് AR12 ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ IDL ആണ്. അപ്പം DL എന്ന് പറഞ്ഞാൽ DZ AZ ആണ്. അതിൽ നിന്നാണ് ഞാൻ ഇവിടെ DZ ആയിട്ടും മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് AR12. AR12ൽ ആറിൻ്റെ കമ്പോണൻറ്റും ഇസഡിൻ്റെ കമ്പോണൻറ്റും ഉണ്ട്. സോ ആറിൻ്റെ കമ്പോണൻറ്റ് ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യാണ് R റൈറ്റ്. നെക്സ്റ്റ് 0, നെക്സ്റ്റ് -Z. അതിനോടൊപ്പം ഞാൻ ഇതിൻ്റെ ഔട്ട്സൈഡായിട്ട് ഈ ഡിനോമിനേറ്റർ ഫാക്ടർ, അതായത് 1/R² + Z² റൈറ്റ്. സോ ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരേ ഒരു കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഈ കമ്പോണൻറ്റ് 0, സിമിലർലി ഈ കമ്പോണൻറ്റ് കാണും A5 DZ R ഡിവൈഡഡ് ബൈ √R² + Z². ദാറ്റ് ഈസ് R DZ A5 ഡിവൈഡഡ് ബൈ √R² + Z². റൈറ്റ്. സോ ഇനി ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. സോ I × DL ക്രോസ് AR12 നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. R DZ ഡിവൈഡഡ് ബൈ √R² + Z² A5 റൈറ്റ്. അപ്പോൾ DL ക്രോസ് AR12 എഴുതി ഡിവൈഡഡ് ബൈ 4π × R12². R12² എന്ന് പറയുമ്പം ഇതിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് Z² + R² റൈറ്റ്. ഇപ്പം R12 ആയിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ക്വയർ റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I × R DZ A5 ഡിവൈഡഡ് ബൈ 4π × R² + Z² റൈസ് ടു, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 2 + 1. അപ്പോൾ 3 ആയി, പിന്നെ സ്ക്വയർ റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3/2 റൈറ്റ്. സോ റൈസ് ടു 3/2 ആയിട്ട് വന്നു. ഇപ്പം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ലെന്തിനുള്ളതാണ് ഒബ്റ്റെയിൻ ചെയ്തത്. ഇനി നമുക്ക് ടോട്ടൽ ലെന്തിനുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇത് കറസ്പോണ്ടിങ്ങിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് പ്രോപ്പർ ലിമിറ്റ്സ്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പോർഷൻ റബ്ബ് ചെയ്യാണ്. സോ H = റൈറ്റ്, H = Z = ഇത് ഇൻഫിനിറ്റ് കണ്ടക്ടറാണ്, ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ Z = -∞ മുതൽ +∞ വരെ ലിമിറ്റ്സ് DH റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ Z = -∞ to +∞. ഇപ്പോൾ കിട്ടിയ ആൻസർ ആയി R DZ A5 ഡിവൈഡഡ് ബൈ 4π R² + Z² റൈസ് ടു 3/2 റൈറ്റ്. ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ Z = പുട്ട് Z = R tan θ ആക്കുകയാണ്. സിമിലർലി അപ്പോൾ അതുകൊണ്ട് തന്നെ Z² = R² tan² θ ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ Z -∞ മുതൽ +∞ വരെ വേരി ചെയ്യിക്കുകയാണ്. സോ ഞാൻ തീറ്റയുടെ വാല്യൂ -90 അല്ലെങ്കിൽ -π/2 മുതൽ +π/2 വരെ വേരി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇത് കറസ്പോണ്ടിങ്ങിലി അതിന് പ്രൊപ്പോർഷനായിട്ടായിട്ട് തന്നെ വരികയും ചെയ്യും. സോ ഞാനിതിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം DZ = R tan θയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec² θ dθ ആണ്. നെക്സ്റ്റ് ലിമിറ്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Z = -∞ ആകുമ്പോൾ നേരത്തെ മെൻഷൻ ചെയ്താണ് θ = -90° റൈറ്റ്. Z = -∞ മുതൽ +∞ വരെ വേരി ചെയ്യിക്കുന്നു. Z = -∞ എന്ന് പറയുമ്പം ഈ വാല്യൂ R tan θ എന്ന് പറഞ്ഞാൽ -90° ആകണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z = -∞ എന്ന് പറയുമ്പോൾ R tan θ = -∞ ആകണം. അതിൻ്റെ മീനിങ് തീറ്റ ആ ടൈമിൽ tan 90° ആണ് ഇൻഫിനിറ്റി, tan -π/2 എന്ന് പറയുന്നത് -∞ ആണ്. സോ തീറ്റ = -π/2 ആയിരിക്കും. സിമിലർലി Z = +∞ ആവണമെങ്കിൽ തീറ്റ = +π/2 ആയിരിക്കും റൈറ്റ്. സോ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്താം. സോ H = തീറ്റ Z എന്ന് പറയുന്നത് തീറ്റ ആവുമെന്ന് പറഞ്ഞു. സോ തീറ്റ = -π/2 മുതൽ +π/2 വരെയാണ്. I R DZ റൈറ്റ്. DZ എന്ന് പറയുന്നത് R sec² θ dθ ആണ്. സോ R എന്നുള്ളത് R² sec² θ dθ A5
divided by 4 pi again r square plus z square. Z square എന്ന് പറയുന്നത് r square tan theta ആണ്. സോ r square tan square theta ആവും raised to 3/2. റൈറ്റ്. നെക്സ്റ്റ് നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. സോ ഈ ഒരു പോർഷനിൽ നിന്ന് ഞാൻ ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അതായത് എച്ച് ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു -π/2 ടു +π/2 ഐ ആർ സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ a5 ഡിവൈഡഡ് ബൈ 4 pi. നെക്സ്റ്റ് ഞാൻ ഇതിൽ നിന്ന് ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ ആർ സ്ക്വയർ ബട്ട് ആർ സ്ക്വയർ റേസ് ടു 3/2 എന്നുണ്ട്. അതായത് ആർ സ്ക്വയർ ഇൻറ്റു 3/2 ആർ റേസ് ടു 2 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് ആർ ക്യൂബ് ആയിട്ടാണ് പുറത്തു വരുന്നത്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റയാണ്. സോ 3/2 ഉണ്ട് ഇവിടെ, അതിനോടൊപ്പം ഇൻറ്റു 2. സോ ദാറ്റ് ഈസ് സീക്ക് ക്യൂബ് തീറ്റ ആയിട്ട് മാറി. ഈ ആർ ക്യൂബ് മാറിയാണ്. റൈറ്റ്. സോ ഇനി ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു 1/4πr ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അത് കോൺസ്റ്റൻസ് ആണ്. 1/4πr ആർ സ്ക്വയറും ആർ ക്യൂബും പോകുമ്പോൾ 1/4πr ആണ് ഡിനോമിനേറ്റർ സൈഡിലുള്ളത്. ബാലൻസ് ഉള്ളത് ഞാൻ i/4πr എടുക്കാം. റൈറ്റ്. ഐയും കോൺസ്റ്റൻ്റ് ആണ്. സോ ബാലൻസ് ഉള്ളത് തീറ്റ ഈക്വൽ ടു -π/2 ടു +π/2. നെക്സ്റ്റ് സീക്ക് സ്ക്വയർ തീറ്റ സീക്ക് ക്യൂബ് തീറ്റ ക്യാൻസൽ ആകുമ്പോൾ 1/സീക്ക് തീറ്റ വരും. 1/സീക്ക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. സോ കോസ് തീറ്റ ഡി തീറ്റ a5. റൈറ്റ്. നെക്സ്റ്റ് ഇത് ഇൻ്റഗ്രേഷനിലേക്ക് മാത്രം മാറിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു i/4πr integral cos theta. Integral cos theta is sin theta. So sin theta with the limits of integration -π/2 to +π/2, right, a5. So that is equal to i/4πr sin 90 degree is 1 minus sin -90 degree, that is -1. So 1 + 1 a5. So that is equal to i/2πr a5. റൈറ്റ്. ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആംബിയർ പെർ മീറ്റർ ആണ്. സോ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് എച്ചിൻ്റെ എക്സ്പ്രഷനാണ്. അതായത് എച്ച് ഈക്വൽ ടു i/2πr a5 ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സിമിലർലി നമുക്കിത് യൂണിറ്റ്സ് ആംബിയർ പെർ മീറ്റർ ആണ്. സിമിലർലി നമുക്കിത് ബിയുടെ ഫോമിലും റിലേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ടി, സിമിലർലി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബിയുടെ ഫോമിൽ റിലേറ്റ് ചെയ്യുമ്പോൾ ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. ദാറ്റ് ഈസ് മ്യൂ ഐ, മ്യൂ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മ്യൂ i/2πr a5 വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഏരിയയിൽ നിന്ന് എത്രത്തോളം ഫ്ലക്സ് ലൈൻസ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് തരുന്നത്. സോ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് മ്യൂ i/2πr എന്നത്. സോ ഈ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. സോ ഇതിൻ്റെ കൺക്ലൂഷൻസ് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ആറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐയും ആണ്. അതിനോടൊപ്പം ഇത് ഫൈനെയോ സിമിലർലി ഇസഡിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റൈറ്റ്. സിമിലർലി ഡയറക്ഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് ടാൻജൻഷ്യലാണ്. അതായത് ഫൈ പോകുന്നത് ഈ പേപ്പറിൻ്റെ ഡയറക്ഷനിലേക്കാണ്. പേപ്പർ ഇരിക്കുന്ന പ്ലെയിനിൻ്റെ ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ പേപ്പർ ഇരിക്കുന്ന പോയിന്റിലേക്കാണ് ഇത് കറസ്പോണ്ടിംഗ്ലി എച്ച് പോകുന്നത്. നെക്സ്റ്റ് നമുക്കിത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഓഫ് ഫൈനൈറ്റ് ലെന്ത് ഉള്ള കണ്ടക്ടറിൻ്റെത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യാം. അവിടെ എഗെയിൻ ഈ ഒരു പോയിന്റ് വരെ, അതായത് ഡി എച്ചിൻ്റെ എക്സ്പ്രഷൻ ബയോട്ട്-സാവേർട്ട് ലോ വെച്ച് നമുക്ക് ഡിഫറൻഷ്യൽ ലെന്തിന് കിട്ടുന്ന എക്സ്പ്രഷൻ വരെ സിമിലർ ആണ്. അതിനുശേഷം ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന ടൈമിലാണ് ഇവിടെ ഇൻഫിനിറ്റ് ലെന്ത് ആയതുകൊണ്ട് നമ്മൾ കറസ്പോണ്ടിംഗ്ലി ഇസഡ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താണ് ചെയ്തു പോയത്. അവിടെ ആ ഒരു പോർഷനിൽ മാത്രമാണ്, ആ ലെന്തിന് പ്രൊപ്പോർഷനേറ്റായിട്ട് മാത്രമാണ് നമ്മളവിടെ അപ്ലൈ ചെയ്ത് പോകുന്നത്. സോ ഇനി ആ കേസിലേക്ക് പോകാം. സോ ഫൈനൈറ്റ് കണ്ടക്ടറിൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫൈനൈറ്റ് കണ്ടക്ടർ കാണിച്ചിരിക്കുന്ന കണക്ക് എടുത്തിട്ടുണ്ട്.
റൈറ്റ്. ഈ ഒരു ഫൈനൈറ്റ് കണ്ടക്ടർ അതിൻ്റെ ലെന്ത് ഇസഡ് ആക്സിസിൽ ഐ ജി ആണ്. അതിലൂടെ പോകുന്ന കറണ്ട് മുമ്പെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ കറണ്ട് ഐ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതായിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. കറണ്ട് ഐ, റൈറ്റ്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഈ ഫൈനൈറ്റ് ലെന്തുള്ള കണ്ടക്ടർ കാരണം പോയിന്റ് പിയിൽ ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. ഈ കണ്ടക്ടറിൻ്റെ ലെന്ത് അല്ലെങ്കിൽ കണ്ടക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസഡ് ഇക്വൾ ടു ഇസഡ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നു പറഞ്ഞു. ഇസഡ് ഇക്വൾ ടു ഇസഡ് 1 മുതൽ ഇസഡ് ഇക്വൾ ടു ഇസഡ് 2 വരെയാണ് ഈ കണ്ടക്ടർ ലൈ ചെയ്യുന്നത്, റൈറ്റ്. അപ്പം ഇസഡ് 1 ഇതിന് ഇടയിൽ എഗെയിൻ നേരത്തെ തന്നെ നമ്മൾ ചെയ്ത കണക്ക് ഒരു ചെറിയൊരു ഡിഫറൻഷ്യൽ ലെന്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഡി എൽ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇത് 0.1 ഇത് 0.2 ആണ്, റൈറ്റ്. അപ്പോൾ ഇത് ഞാൻ 0.1 ആയിട്ട് മാർക്ക് ചെയ്യാം. സിമിലർലി അവിടെയാണ് നമ്മൾ ആ ഡിഫറൻഷ്യൽ ലെന്ത് എടുത്തിരിക്കുന്ന ഡി എൽ, റൈറ്റ്. ഇനി അടുത്ത 2 ആംഗിൾസ് എനിക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ഈ കണ്ടക്ടറിൻ്റെ ലെന്ത് അതായത് ഇസഡ് ഇക്വൾ ടു ഇസഡ് 1 മുതൽ ഇസഡ് ഇക്വൾ ടു ഇസഡ് 2 വരെയാണ് ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇസഡ് ഇക്വൾ ടു ഇസഡ് 1 ഈ ലൈനുമായിട്ട് അതായത് ഡിസ്റ്റൻസ് മാറിയിരിക്കുന്ന പോയിന്റ് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ രീതിയിൽ ഇവിടെ വരുന്ന ആംഗിൾ ആൽഫ 1 ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ്, റൈറ്റ്. സിമിലർലി ഈ കണ്ടക്ടറിൻ്റെ ഇസഡ് 2 വരെ ലെന്ത് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇസഡ് 2 വര മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ 2 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാം, റൈറ്റ്. ഇനി ഈ ഡിഫറൻഷ്യൽ ലെന്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ ആയിട്ട് മാർക്ക് ചെയ്യാണ്. അതായത് ഈ ലെന്ത് ഞാൻ ആൽഫ ആയിട്ട് മാർക്ക് ചെയ്യാം, റൈറ്റ്. ഇനി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കണക്ക് ഈ പോയിന്റ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇസഡ് ആക്സിസിൽ നിന്ന് ഇരിക്കുന്നത്. സോ ഇനി ലാസ്റ്റ് ചെയ്ത ഡെറിവേഷനുമായിട്ട് സിമിലർ ആണ്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ബയോട്ട് സവേർട്ട് ലോയുടെ എക്സ്പ്രഷനാണ്. ഡി എച്ച് ഇക്വൽ ടു ഐ ഡി എൽ ക്രോസ് അവിടെ നിന്ന് പോകുന്ന യൂണിറ്റ് വെക്ടർ. ഞാൻ ഈ യൂണിറ്റ് വെക്ടർ R12 ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഐ ഡി എൽ ക്രോസ് AR12 ഡിവൈഡഡ് ബൈ 4π ആ ഡിസ്റ്റൻസ് R12ൻ്റെ ലെന്ത് 4π R12 സ്ക്വയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. എഗെയിൻ ഓർത്തിരിക്കുക ഡി എല്ലും വെക്ടറാണ്. സോ ഐ ഡി എൽ ക്രോസ് AR12 ബൈ 4π R12 സ്ക്വയർ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡി എൽ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഡി എൽ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിൽ ലൈ ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ലെന്ത് ഡി ഇസഡ്, ആ ഡിഫറൻഷ്യൽ ലെന്ത് ഞാൻ ഡി ഇസഡ് ആയിട്ട് എടുക്കുകയാണ്. ഈ എടുത്തിരിക്കുന്ന ചെറിയ ഡിഫറൻഷ്യൽ ലെന്ത് ഡി ഇസഡ് ആയിട്ട് എടുക്കുകയാണ്. ഡി ഇസഡ് ഇൻറ്റു എ ഇസഡ്, ഇസഡ് ആക്സിസിൽ ലൈ ചെയ്യാണ്. അവിടുത്തെ വെക്ടർ എ ഇസഡ് ആയിട്ടാണ് വരുന്ന യൂണിറ്റ് വെക്ടർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് AR12 ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. AR12 ഈക്വൽ ടു വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഈസ് വെക്ടർ R12 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R12 എന്ന് പറയുന്നത് ഇവിടുത്തെ ലെന്തായിരുന്നു. ഈ ഡിഫറൻഷ്യൽ ലെന്തിൽ നിന്ന് നമ്മൾ പോയിന്റ് പിയിലേക്ക് മാർക്ക് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അതായത് ഇത് ഡിഫറൻഷ്യൽ ലെന്താണെന്ന് അസ്യൂം ചെയ്യുക. ഡിഫറൻഷ്യൽ ലെന്തിൽ നിന്ന് മിഡിലിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ച് പോയിന്റ് പിയിലേക്ക് ഒബ്റ്റെയിൻ ചെയ്ത ലെന്താണ് R12. വെക്ടർ അഡിഷൻ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ലെന്തിൻ്റെയും കൂടെ സമ്മേഷനാണ്. നമ്മൾ മുകളിലോട്ട് പോകുന്ന ലെന്തായിരുന്നപ്പം പ്ലസ് ഇസഡ് എ ഇസഡ് ആയിരുന്നു, ഡൗൺവേർഡ് ആയപ്പം മൈനസ് ഇസഡ് എ ഇസഡ് ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ട് സിമിലർ ആണ്. സിമിലർലി ഈ ലെന്ത് എന്ന് പറയുന്നത് RAR ആണ്, റൈറ്റ്. സോ R12 ഈക്വൽ ടു മൈനസ് ഇസഡ് എ ഇസഡ് പ്ലസ് RAR, റൈറ്റ്. അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് ഇസഡ് എ ഇസഡ് പ്ലസ് RAR. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് R സ്ക്വയർ, റൈറ്റ്. നെക്സ്റ്റ് ഡി എൽ ക്രോസ് ഈ ന്യൂമറേറ്റർ പാർട്ട് ഡി എൽ ക്രോസ് AR12 ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. സോ അത് എഗെയിൻ ഇത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് AR A5 AZ. ആദ്യം ഡി എല്ലിൻ്റെ കമ്പോണൻറ്റ് AZ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ട് കോയിഫിഷ്യൻറ്റ് DZ മാത്രം. സിമിലർലി AR12ൻ്റെ കമ്പോണൻറ്റ് എടുക്കുമ്പം ARഉം ഉണ്ട് AZഉം ഉണ്ട്. സോ ARൻ്റെ പാർട്ട് എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് R സ്ക്വയർ. നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് A5 ഇല്ല, AZ R5 Z കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മൈനസ് Z ആണ്,
റൈറ്റ്. സോ ഇനി ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഒരു കമ്പോണൻറ്റ് മാത്രം വരും, റൈറ്റ്. ആർ ഡി ഇസഡ് എ ഫൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ഡെറിവേഷനിൽ വർക്കൗട്ട് ചെയ്തതാണ്. നെക്സ്റ്റ് നമുക്ക് ഡി എച്ച് അതുകൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഡി എച്ച് ഈക്വൽ ടു ഐ ആർ ഡി ഇസഡ് എ ഫൈ, റൈറ്റ്. ഐ ഇൻറ്റു ആർ ഡി ഇസഡ് എ ഫൈ ഡിവൈഡഡ് ബൈ 4π. നെക്സ്റ്റ് R12ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് R12 സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റൈസ് ടു 1/2 ആണ്, അതിനോടൊപ്പം സ്ക്വയർ, സോ ഇൻറ്റു 2, റൈറ്റ്. ഇനി അതിനെല്ലാം പുറമെയാണ് ഇവിടെ ഒരു ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റൈസ് ടു 1/2 കൂടെ. സോ ദാറ്റ് ഈസ് റൈസ് ടു 3/2. ഇവിടെ 1 ആവും, ഇവിടെ 0.5 ആവും. സോ ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റൈസ് ടു 3/2. സോ ഈ എക്സ്പ്രഷൻ നമ്മൾ ലാസ്റ്റ് ഡെറൈവ് ചെയ്തപ്പം ഒപ്റ്റെയിൻ ചെയ്ത അതേ എക്സ്പ്രഷനാണ് ഇൻഫിനിറ്റ് ലെന്തുള്ള കണ്ടക്ടറിന് കിട്ടിയത്. ഇനി ഇവിടെ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷനിലാണ് ഡിഫറൻസ് വരുന്നത്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് ഇൻറ്റഗ്രേഷനിൽ Z1 to Z2 വരെയാണ് വേരി ചെയ്യിക്കുന്നത് ഡി എച്ച്, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 to Z2 ഐ ആർ ഡി ഇസഡ് എ ഫൈ ഡിവൈഡഡ് ബൈ 4π ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റൈസ് ടു 3/2, റൈറ്റ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്ത പോലെ ഇസഡ് ഈക്വൽ ടു ആർ ടാൻ ആൽഫ ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൽഫയുടെ ആംഗിൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തായിരുന്നു. ഡിഫറൻഷ്യൽ ലെന്തിൽ നിന്ന് പോകുന്ന ആംഗിളാണ് ആൽഫ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ടാൻ സ്ക്വയർ ആൽഫ ആയിട്ട് നോട്ട് ചെയ്യാം. സിമിലർലി ഡി ഇസഡ് ഈക്വൽ ടു ആർ ടാൻ ആൽഫയുടെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ആൽഫ ഡി ആൽഫയാണ്, റൈറ്റ്. ഇതിൽ ഇസഡ് ഈക്വൽ ടു Z1 ആകുമ്പം ഈ വാല്യൂ ആർ ടാൻ ആൽഫ 1 ആയിട്ട് മാറും. സിമിലർലി ഇസഡ് ഈക്വൽ ടു Z2 അപ്ലൈ ചെയ്യുമ്പോൾ ആർ ടാൻ ആൽഫ 2 ആയിട്ട് മാറും. സോ ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഈ രീതിയിൽ മോഡിഫൈഡ് ആകും. സോ നമുക്കിനി ഇൻറ്റഗ്രേഷൻ ചെയ്യാം. എച്ച് ഈക്വൽ ടു, റൈറ്റ്, എച്ച് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആൽഫ 1 ടു ആൽഫ 2 ഐ ആർ ഡി ഇസഡ് ആണ്. സോ ഡി ഇസഡ് ഈക്വൽ ടു ആർ സീക്ക് സ്ക്വയർ ആൽഫ ഡി ആൽഫ ആണ്. ദാറ്റ് ഈസ് ഐ ആർ സ്ക്വയർ സീക്ക് സ്ക്വയർ ആൽഫ ഡി ആൽഫ നെക്സ്റ്റ് എ ഫൈ ഡിവൈഡഡ് ബൈ 4π ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ടാൻ സ്ക്വയർ ആൽഫയാണ്. സോ ഞാൻ ആർ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വരുന്നത് ആർ സ്ക്വയർ ടാൻ സ്ക്വയർ ആൽഫ വോൾ റൈസ് ടു 3/2. നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു 1 + ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ ആൽഫയാണ്. സോ ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇൻറ്റഗ്രേഷൻ ആൽഫ 1 ടു ആൽഫ 2 ഐ ആർ സ്ക്വയർ സീക്ക് സ്ക്വയർ ആൽഫ ഡി ആൽഫ ഡിവൈഡഡ് ബൈ 4π ആർ സ്ക്വയർ ഉണ്ട്, അതിനോടൊപ്പം ഇൻറ്റു 3/2, റൈറ്റ്, ഇൻറ്റു 3/2 ബ്രാക്കറ്റിൽ 1 + ടാൻ സ്ക്വയർ ആൽഫ എന്ന് വെച്ചാൽ സീക്ക് സ്ക്വയർ ആൽഫയാണ്. സീക്ക് സ്ക്വയർ ആൽഫ ഇൻറ്റു 3/2. സോ ദാറ്റ് ഈസ് ഐ ആർ സ്ക്വയറും ആർ ക്യൂബും ക്യാൻസൽ ആകുമ്പോൾ I/4πr, റൈറ്റ്, I/4πr ആൽഫ 1 ആൽഫ 2 സീക്ക് സ്ക്വയർ ആൽഫയും സീക്ക് സ്ക്വയർ ആൽഫയും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാലൻസ് ഡിനോമിനേറ്റർ സൈഡിൽ 1/സീക്ക് ആൽഫ എന്ന് വരും. 1/സീക്ക് ആൽഫ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്. സോ കോസ് ആൽഫ ഡി ആൽഫ അതിനോടൊപ്പം എ ഫൈ, ഇവിടെയും എ ഫൈ ഉണ്ടായിരുന്നു. സോ എ ഫൈ. സോ ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു I/4πr ഇൻറ്റഗ്രൽ കോസ് ആൽഫ എന്ന് വെച്ചാൽ സൈൻ ആൽഫ വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആൽഫ 1 ടു ആൽഫ 2 എ ഫൈ. സോ ദാറ്റ് ഈസ് I/4πr സൈൻ ആൽഫ 2 മൈനസ് സൈൻ ആൽഫ
1 A5 റൈറ്റ് ആംബിയർ പെർ മീറ്റർ. അപ്പോൾ ഇപ്പോൾ എച്ചിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ബിയുടെ എക്സ്പ്രഷനും കൂടെ നോക്കാൻ പറ്റുന്നേ ഉള്ളൂ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ. സോ ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്, ദാറ്റ് ഈസ് ഐ അല്ലെങ്കിൽ മ്യൂ ഐ ബൈ 4πr സൈൻ ആൽഫ 2 മൈനസ് സൈൻ ആൽഫ 1 A5 വെബർ പെർ മീറ്റർ സ്ക്വയർ. സോ ഈ ഫൈനൈറ്റ് ലെങ്ത് ഓഫ് കണ്ടക്ടറിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. സോ ഡെറിവേഷൻസ് ആൾമോസ്റ്റ് സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നന്നായിട്ട് പഠിക്കാമെങ്കിൽ മറ്റേത് നിങ്ങൾക്ക് ഈസിലി തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. സോ മറ്റൊരു ട്യൂട്ടോറിയലിൽ നമുക്ക് ബാലൻസ് ഉള്ളതിൻ്റെ ഡെറിവേഷൻസും പ്രോബ്ലംസും ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്